ഹലോ. അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? നമ്മൾ അനുവിന് ബുക്കൊക്കെ മേടിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടുള്ള ഒരു ഷോപ്പിൽ കട പോണത്. ഇത് സ്ഥലം വരുന്നത് കോണത്തക്കുന്നില് ചിരട്ടക്കുന്നിലാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പൊ നല്ല വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരി ആതിരനെ പറഞ്ഞയച്ചിട്ടുണ്ടായി. അവള് പറഞ്ഞു കുഴപ്പമില്ല, നല്ല വിലക്കുറവുണ്ടെന്ന്. അപ്പൊ ഞങ്ങളിത് കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല തിരക്കുണ്ട്. പുറത്തെ വണ്ടികൾ കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല തിരക്കാണെന്നുള്ളത്. പിന്നെ ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പൊ അനു പറയണം, ഉമ്മച്ചി നാളെ രാവിലെ വന്നാൽ പോരെ, തിരക്ക് കണ്ടിട്ടാണ്. കാരണം ഈ തിരക്കിന്റെ ഇടയിൽ എങ്ങനെ തിരഞ്ഞെടുക്കാനാണ് സാധനങ്ങൾ? കാരണം എല്ലാരും ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ നോക്കി ഇട്ടിട്ട് ഏതെടുക്കണം എന്തെടുക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയണില്ല. അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഫസ്റ്റ് എൻ്റെ ബുക്കാണ് സെലക്ട് ചെയ്യണത്. അപ്പൊ അത് അനുവിനെ കൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു ബുക്ക് 10 കെട്ടിന് 280 രൂപയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അതിന്റെ 2 കെട്ട് ബുക്ക് എടുത്ത് 20 എണ്ണം. പിന്നെ അവനക്ക് മാത്സ് എഴുതാനുള്ള നോട്ട് ബുക്ക് 5 മേടിച്ചു. പിന്നെ ബുക്ക് പൊതിയാനുള്ളത് ബോക്സ്, എങ്ങനെ എല്ലാനും സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചു. പിന്നെ ബാഗ് മേടിച്ചില്ല, കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് ഉള്ളത് കൊണ്ട് മേടിച്ചില്ല. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, നമ്മളെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സകല സാധനങ്ങളും. പിന്നെ ഈ ഒരു സാധനമൊക്കെ ഞാൻ മുന്നൊരു റീൽസിൽ കണ്ടിട്ടുണ്ട്, ഷോക്കേസിൽ വെക്കണതും ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് തൂക്കിയിട്ടത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മേടിക്കാന്ന് വിചാരിച്ച് ഞാൻ നോക്കിയാടെ വെച്ചു. പിന്നെ ഞാൻ ഒരു കട്ടിംഗ് ബോർഡ് നോക്കി മേടിച്ചില്ല, അതിന് കൂട്ടാക്കിയില്ല മേടിക്കാൻ. പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ വെക്കാനുള്ളതും ഷോക്കേസിൽ വെക്കാനുള്ള സകലമായ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഏതെടുക്കണം എന്നായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ. പക്ഷെ ഞാനൊന്നും എടുത്തില്ല, കാരണം പിന്നീട് അനുവിനെ കൊണ്ടുവരാണ്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബ്ലാക്ക് കളർ ബൗളുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും. പിന്നെ ഫ്ലവർ ബേഡ്സ്, വലിയ ഫ്ലവറുകൾ. അപ്പൊ അനുദേ അവിടെ ഒരു ജീപ്പ് കണ്ടപ്പോൾ അതിൽ ഓടിക്കേറിയിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവര് രണ്ടുപേരും എൻ്റെ അടുത്ത് എങ്ങനെ എവിടേക്ക് വന്നേ, വില കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ടാണ് ഞാനും വന്നതെന്ന് പറഞ്ഞു. പിന്നെ കുപ്പിയും പൗച്ച് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഫ്രണ്ടിലായിരുന്നു നമ്മൾ വന്ന് കയറിനോടത്ത്. അപ്പൊ തിരിച്ചു പോവാണ്. പിന്നെ കുറെ ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല, കാരണം പിന്നീട് വരാന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ചെറിയ ബൗള് മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീലിന്റെ. അങ്ങനെ കുപ്പി നോക്കി, കുപ്പി അനുവിന് ഇഷ്ടമായില്ല. പിന്നെ ഒരു പൗച്ച് നോക്കി, പൗച്ച് കിട്ടി. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അനുവിന്റെ ടീച്ചറെ കണ്ടു. അങ്ങനെ കുറെ നേരം ടീച്ചറെ അടുത്ത് വർത്താനം പറഞ്ഞു. നല്ല തിരക്കാട്ടോ ബില്ലടിക്കാനൊക്കെ. അങ്ങനെ അവിടെ നിന്നൊക്കെ ബില്ലടിച്ച് ഇറങ്ങിയപ്പോഴേക്കും നേരം വൈകിട്ടുണ്ടായി. അതിനിടക്ക് മഴ പെയ്തിരുന്നു. പിന്നെ വരുമ്പോ മഴ തോർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏമ്രാത്തിൽ കയറി ഞാനൊരു ചായ കുടിച്ചു, അതിനൊരു മിന്റിലേനും കുടിച്ചു. അപ്പൊ അവർക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോയ്സിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷവർമ്മ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.